ഗായ്സ്, ഹാപ്പി വിഷു. നമ്മൾ സദ്യ എല്ലാവരും ഉച്ചയ്ക്ക് കഴിക്കുകയാണെങ്കിൽ നമ്മൾ അത്താഴത്തിലേക്ക് സദ്യ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് സ്റ്റേജ് ഓഫ് സദ്യയാണ്. പായസം വരെ. പിന്നെ ഞങ്ങളെ രണ്ടിനും കണ്ടാൽ കുളിക്കാത്ത വീട്ടിലാണെന്ന് പറയും. ബട്ട് ഞാൻ അവിടെ ഇദ്ദേഹം കഴിയായിരുന്നു കേട്ടോ. അത് ചുമ്മാ ഇന്നലെ രാത്രി കുളിച്ചതേ ഉള്ളൂ. പിന്നെ പൊതുവെ നമ്മളിങ്ങനെ വിഷു ന്യൂ ഡ്രസ് നമ്മൾ കൊണ്ടുവന്ന ഡ്രസ്സെല്ലാം എനിക്ക് ഇപ്പം ടൈറ്റാണ്. അങ്ങനത്തെ ആഡംബരമൊന്നുമില്ല. ജസ്റ്റ് ഫൺ. അങ്ങനെ നമ്മൾ സദ്യ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ച് രാവിലെ 11 മണിക്ക് തുടങ്ങിയതാണ്. ഇതുവരെ തീർത്തിട്ടില്ല. ഓൾമോസ്റ്റ് കൂട്ടാൻസ് എല്ലാം റെഡിയായി. കുറച്ച് ഇനിയിപ്പോൾ പായസം റെഡിയായി നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പരിപ്പിന് പകരം നമ്മൾ മത്തങ്ങ എരിശ്ശേരിയാണ് ഉണ്ടാക്കിയത്. പപ്പടം ഇരിപ്പുണ്ട്, അവിയൽ, പച്ചടി, പിന്നെ ഇത് കുരുട്ടി, തോരൻ, സാലഡ്, മുളക് കൊണ്ടാട്ടം വറുത്തത്, ഇഞ്ചി അച്ചാർ, മാങ്ങയും നാരങ്ങയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ പായസം, ഇച്ചിരി മോരുകറി നൽകി കിട്ടും. അപ്പം അതാണ് നമ്മുടെ സദ്യ. ഞങ്ങൾക്ക് വാഴയില ഇല്ലായിരുന്നു ഗൈസ്. അപ്പം എല്ലാം ഇതിനകത്ത് വിളമ്പി. ബീട്രൂട്ടിൽ അങ്ങനെ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഞങ്ങൾ സദ്യ ഉണ്ടാക്കി. ഒരു 3-3:30-4 മണിയായപ്പോൾ സദ്യ കഴിച്ചു. ഞാൻ എല്ലാത്തിൽ നിന്നും കുറച്ചെടുത്ത് കുഴച്ച് അടിക്കുകയാണ് ഗൈസ്. വലിയ കുഴപ്പമില്ലായിരുന്നു. വലിയ രസം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു സദ്യ ഉണ്ടായിരുന്നു. വാഴയിലെല്ലാതിൻ്റെ ഒരു കുഴപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ പരിപ്പ് പായസം ഉണ്ടാക്കിയായിരുന്നു. അതും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഉണ്ടാക്കിയതിൻ്റെ മാമന രസമുണ്ടായിരുന്നു. പപ്പടവും പഴമൊക്കെ ഇട്ടിളക്കി അത് ഞാൻ കൊഴിച്ചടിച്ച് ഗൈസ്. എന്നിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി.